ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ തമിഴിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടല്ലേ ഹോം ടൂർ. അപ്പൊ കുറെ കാലമായിട്ട് ഞാൻ എടുക്കാൻ വിചാരിച്ചിരിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു. അപ്പൊ ക്യാമറമാനെ കിട്ടാത്തതിനോട് ഞാൻ അങ്ങനെ നിർത്തിവെച്ചായിരുന്നു. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ നവമീന്റെ അന്ന് ഇപ്പം പൂജിക്കാണ്ടല്ലോ, അതുകൊണ്ട് അവളെ കിട്ടി. അതുമല്ല, നായിന്റെ പിറന്നാളായിരുന്നു. അപ്പൊ നമ്മുടെ അമ്പലത്തിലൊക്കെ പോയി വന്നിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഏതായാലും നമുക്ക് വീട്ടിലേക്ക്. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മുടെ കൊലായില് ചെയറൊക്കെ അതേമാതിരി മുകളില് സീലിംഗ് നമ്മള് ഇതിന്റെ വർക്ക് തന്നെയാണ്. അപ്പൊ ഞാൻ ഈ വീഡിയോ എടുത്തപ്പം മൈക്ക് പ്രോപ്പറായിട്ട് പിടിക്കാത്തതിനോണ്ട് വോയിസിന്റെ കുറച്ച് നല്ല പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ ചെയ്യാണ്. അപ്പം ഇത് ലിവിങ് റൂമാണ്. ലിവിങ് റൂം നമ്മൾ ഏകദേശം ഒരു വുഡിന്റെ വർക്കാണ് എല്ലായിടത്തും സെറ്റാക്കിയത് കേട്ടോ. വുഡിൻ്റെ തന്നെയാണ് കൂടുതലും എല്ലായിടത്തും സെലക്ട് ആക്കിയത്. അപ്പം വുഡിന്റെ കളർ ആയതുകൊണ്ട് സോഫ ഓൾസോ ഒരു വുഡിന്റെ കളറിലാണ് നോക്കിയത്. അപ്പോൾ ഏകദേശം മേച്ചായതാണ് നമ്മൾ അവിടെ എടുത്തത് കേട്ടോ. പിന്നെ അതേമാതിരി ടി വിൻ്റെ അവിടെയും വുഡിൻ്റെ മൈക്കാണ് സെറ്റ് ചെയ്തത്. പിന്നെ അടിയിലേക്ക് കുറച്ച് സ്റ്റോറേജിൻ്റെ 3 റിമോട്ടും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ചെറിയ സ്റ്റോറേജ് ഉണ്ട്. പിന്നെ പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാറ്റലുണ്ട് കേട്ടോ. നല്ലൊരു പ്ലാന്റ് കിട്ടിയില്ല, അപ്പോൾ ഞാൻ സ്നേക്കിൻ്റെ പ്ലാന്റാണ് വെച്ചത്. പിന്നെ അതേമാതിരി കർട്ടൻ വരുന്നത് ക്ലോത്തിലാണ് വരുന്നത്. അതിങ്ങനെ ഫോൾഡ് ചെയ്യുന്നത് നമ്മൾ കർട്ടൻ വലിച്ചാൽ ഇങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ ഫോൾഡായി പോവാട്ടോ ചെയ്യാം. നമ്മൾ അത് ഒരു ലൈറ്റ് കളറാണ് സെലക്ട് ചെയ്തത് കേട്ടോ. അവിടേക്ക് ഒരു ലൈറ്റ് കളർ ചേരും തോന്നി, അങ്ങനെ അവിടേക്കും സെയിം മുകളിലേക്ക് ഒരു സെയിം ഇതാണ് എടുത്തത്. പിന്നെ അതേമാതിരി ഒരു ടീപ്പോയി സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ വോള് വന്നിട്ട് ഒരു ടെക്സ്ചർ പെയിൻ്റ് ആണ് ചെയ്തത്. നമ്മളെ സെലക്ട് ചെയ്തിട്ട് ഒരു ഡിസൈൻ പറഞ്ഞു കൊടുത്ത് അങ്ങനെ ചെയ്യിച്ചാണ്. ഗിൽറ്റ് വർക്ക് വരുന്നുണ്ട്. പിന്നെ അത് മുകളിൽ ഒരു ലൈറ്റ്, നല്ലൊരു ലൈറ്റ് ആയിരുന്നു കേട്ടോ. അത് ഒരു ഇലേൻ്റെ ഒക്കെ ടൈപ്പ് വരുന്ന ലൈറ്റാണ് സെലക്ട് ചെയ്തത് കേട്ടോ. അപ്പം ജനലിൻ്റെ ഫുൾ മൈക്ക എല്ലായിടത്തും സെയിം ആണ്. ഒരു വുഡിൻ്റെ തന്നെയാണ് എല്ലായിടത്തും കൊടുത്തത്. പിന്നെ സീലിങ്ങിൽ ആ വർക്ക് വന്നിട്ട് പെയിൻറ്റിൻ്റെ ഉള്ളിൽ ചെയ്ത് തന്നെയാണ് കേട്ടോ. വുഡിൻ്റെത് അത് പെയിൻ്റാണ്, അത് മൈക്ക് ഒട്ടിച്ചത്. സൗണ്ടിന്റെ പ്രശ്നം നല്ലോണം ഉണ്ട്. മൈക്കിന് എന്തോ ചെറിയ പ്രോബ്ലം ഉണ്ട്. പിന്നെ ഞാനിപ്പോ അല്ലാതെ എടുക്കുകയാണെങ്കിൽ ഭയങ്കര സൗണ്ടാണ് പുറത്തുനിന്ന് കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഈ ഇത് യൂസ് ചെയ്യുന്നത്. അടുത്തത് വരുന്നത് നമ്മളെ ഡൈനിങ് ഏരിയ ആണ്. ഇതിപ്പം ഒരു പണ്ടത്തെ ഒരു പ്ലാനാണ് കേട്ടത്. എന്നുവെച്ചാല് നമ്മളിപ്പോ വീട് പണി തുടങ്ങിയിട്ട് ഒരു 5-6 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോ ഇവിടെ കൂടുന്നത്. അത്ര ഒരു പണ്ടത്തെ ഒരു കുറച്ച് പഴക്കമുള്ള പ്ലാനിങ് ആണ്. അപ്പോൾ ഡൈനിങ് ഏരിയ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. എന്താ പറയാ, വലിയ ഏരിയ ആണെങ്കിൽ കൂടി നമ്മളൊരു എന്താ പറയാ, ഈ ഒരു ഏരിയക്ക് അങ്ങനെ ആരും ഇഷ്ടമായില്ല. പക്ഷെ എങ്കിലും കുഴപ്പമില്ല. നമ്മള് ഇവിടേക്ക് വാഷിംഗ് ഏരിയയും സ്റ്റോറേജും ഉണ്ട് കേട്ടോ. വാഷിംഗ് ഏരിയ പിന്നെ നമ്മൾ ഇവിടെ സെപ്പറേറ്റ് ചെയ്ത് കാര്യം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു എന്താ അക്വേറിയം മാതിരിയൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഭാവിയിൽ പൈസ കിട്ടുമ്പോ നമുക്ക് ചെയ്യാം. പിന്നെ എന്ന് വെച്ചാല് പിന്നെ അവിടുത്തെ ലൈറ്റും കാര്യങ്ങളും. പിന്നെ അതേമാതിരി നമ്മള് സീലിങ്ങിന്റെ മുകളിൽ ലൈറ്റ് വെച്ചിട്ടുണ്ട്. അതിന്റെ സ്റ്റെയർ കേസിന്റെ മുകളിൽ ലൈറ്റ് വെച്ചിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ഇനി അടുത്തത് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. നമ്മുടെ പൂജ സ്റ്റോറും പൂജ മുറിയല്ല, ഓപ്പൺ ആക്കി ഇട്ടതാണ്. മുറിയായിട്ടൊന്നും സെറ്റ് ചെയ്തില്ല. പിന്നെ അതേമാതിരി ഒരു കൃഷ്ണന്റെ സ്റ്റാച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇത് അപ്പൊ കണ്ടപ്പോ തന്നെ എനിക്ക് വാങ്ങണം തോന്നി. പക്ഷെ റേറ്റ് കുറച്ച് കൂടുതലായിരുന്നു. കുഴപ്പമില്ല. പിന്നെ പെട്ടെന്ന് ഞാനൊന്ന് ആമസോണിലോ ഫ്ലിപ്പിലിട്ട് ഞാൻ നോക്കിയ സമയത്ത് കുറച്ച് റേറ്റ് കുറഞ്ഞു, ഡിസ്കൗണ്ട് തന്ന സമയത്ത് അപ്പം തന്നെ പെട്ടെന്ന് വാങ്ങിച്ചതാണ്. നല്ലൊരു സ്റ്റാച്ചു ആയിരുന്നു. പിന്നെ ഈ ഒരു മെറ്റല് മെറ്റല് കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിട്ടാണ് നമ്മൾ ഇവിടെ ഒക്കെ വെക്കാന്ന് വിചാരിക്കുന്നത്. അപ്പൊ ഇവിടെ ഒന്നും വെച്ച് കഴിഞ്ഞില്ല. ഇങ്ങനത്തെ ഒരു ഗണപതിന്റെ സ്റ്റാച്ചു ഇല്ലേ, ഇതേമാതിരി അങ്ങനത്തെ ഒക്കെ ഇനി നമ്മൾ അവിടെ ഓരോന്ന് വെക്കണം വിചാരിക്കുന്നുണ്ട്. ഇതൊക്കെ ഇപ്പൊ തൽക്കാലത്തേക്ക് വെച്ചതാണ്, മാറ്റണം. പിന്നെ അതുമല്ല നമ്മള് വീഡിയോ എടുക്കാൻ ഒന്നും കൂടി വൈകിയത് വെച്ചാല് മെയിൻ ആയിട്ട് വീട് വെക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് ഈ നെറ്റിപ്പട്ടം വെക്കാൻ മെയിൻ ആയിട്ട് ഒരു ഏരിയ വേണം. അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് ഇത്രയും കാലം വീഡിയോ ഒന്നും എടുക്കാൻ. ഞാൻ അതൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നല്ലത് ഒന്ന് എടുക്കാന്ന് വിചാരിച്ചതായിരുന്നു.
അന്ന് വീട്ടുകൂടലിന് മുന്നേ ഒക്കെ വെക്കണം എന്ന് വിചാരിച്ചാ അപ്പൊ പെട്ടെന്ന് സാധിച്ചില്ല. ഇനിയിപ്പോ എന്തായാലും കുട്ടൻ വരുന്നതും കാത്തു നിന്നാല് വീഡിയോ എടുക്കാന് വൈകി പോവുള്ളൂ. കാരണം വെച്ചാല് ചുമരൊക്കെ നോക്കിയാലും മനസ്സിലാവും എന്താ ആയുവിന്റെ കലാവിരുത്. ഒരു പെന്നോ പെൻസിലോ വേണമെന്നൊന്നുമില്ല. അത് എന്ത് കിട്ടിയാലും ചുമരിട്ടോളാണ് വരച്ച് ഒക്കെ ശരിയാക്കല്. അതുകൊണ്ട് ഞങ്ങൾ നല്ല എന്താ പറയാ വേഗം എടുത്തതാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു ഇതെന്ന് പറഞ്ഞാല് മറ്റേ ഇതാണോ, അപ്പൊ ഇതൊന്ന് ഹൈഡ് ചെയ്തോണ്ട് നമ്മൾ ചെയ്തതാണ്. ഇവിടെ നമ്മളൊരു എന്താ കീയൊക്കെ ഹാങ് ചെയ്യുന്ന സംഭവം വെക്കാന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ എങ്കിലും ഒരു ചെയ്തില്ല. ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞിട്ട് അപ്പൊ നമുക്ക് അടുത്ത റൂം നോക്കട്ടോ. അപ്പൊ ഇതാണ് അമ്മേന്റെയൊക്കെ റൂം. നമ്മള് ഇവിടെ ഒരു വുഡിന്റെ വർക്കാണ്. പിന്നെ മൈക്ക ഇതിന്റെ അലമാറയുടെ ഒക്കെ ഡോറായിട്ട് വൈറ്റ് കളറാട്ടോ വരുന്നത്. പക്ഷേങ്കില് എന്താ പറയാ, നമ്മള് വൈറ്റ് കൊടുത്തതിനോട് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അവിടെ ചളിയും കാര്യങ്ങളും പൂപ്പിലൊക്കെ ഇങ്ങനെ വന്നിട്ട് ഭയങ്കര പ്രശ്നമാണ്. ക്ലീൻ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അതേമാതിരി കർട്ടൻ നല്ല നല്ല ഡിസൈൻ. ലൈറ്റ് കളറാണ് കർട്ടൻ ചൂസ് ചെയ്തത്. പിന്നെ ഈ കട്ടിലൊക്കെ നമ്മള് പഴയ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോകുന്നതാണ് കേട്ടോ. പിന്നെ നമ്മള് ഫാന് ഫിറ്റ് ചെയ്ത സമയത്ത് ഫാനിന്റെ ഒരു പ്രശ്നം വെച്ചാല് നമ്മുടെ അറിയില്ല, സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന ആ സംഭവം നമ്മുടെ സ്വിച്ചിന്റെ എവിടെയും ഇല്ല. അപ്പൊ നമ്മള് റിമോട്ടില് വർക്ക് ചെയ്യുന്ന ഫാൻ തന്നെ എല്ലാ റൂമിലും വേണം കേട്ടോ. ആ ഒരു പ്രശ്നമുണ്ട്. പിന്നെ എല്ലാ റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂമാണ്. അലമാരന്റെ ഒരു ഓപ്പൺ മിററായിട്ടാണ് കൊടുത്തത്. ഇതൊക്കെ ഒരു ഫുൾ സ്റ്റോറേജ് സ്പേസ് ആണ്. പിന്നെ വെച്ചാല് ഏറ്റവും വലിയ പ്രശ്നം ഒന്നിനും ലോക്ക് വെച്ചിട്ടില്ലല്ലോ. ഇനിയിപ്പം വെക്കാൻ അവരോട് പറഞ്ഞിരുന്നു. ഒരു വരാത്തതിന്റെ പ്രശ്നമാണ്. അവര് വെക്കായിരിക്കും അങ്ങനെ വിചാരിക്കുന്നത്. കാരണം വെച്ചാല് ആയു ഫുള്ള് തുറന്ന് ഓപ്പൺ ആക്കി എടുക്കും. പിന്നെ സീലിംഗ് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടത്തിനനുസരിച്ചാണ് ചെയ്തത്. ഓരോ ഡിസൈനൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഓരോ ഇഷ്ടത്തിന് ഏതാ സെലക്ട് ചെയ്ത് വെച്ചാല് അങ്ങനെ എടുത്തതാണ് കേട്ടോ. അമ്മയ്ക്ക് ഇതാണ് ഇഷ്ടമായത്, ഈ ഒരു ഡിസൈൻ ആണ് സെലക്ട് ചെയ്തത് കേട്ടോ. ഗൈസ്, അപ്പൊ ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഞങ്ങളുടെ റൂം ഇതാണ്. അപ്പൊ ഇതൊക്കെ എന്താ പറയാ, നന്നായിട്ട് സെലക്ട് ചെയ്തെടുത്ത ഓരോ കളേഴ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നമ്മള് അലമാറയുടെ മൈക്കായിട്ട് എന്താ പറയാ ഒരു ഗ്രേ കളറാണ് സെലക്ട് ചെയ്തത്. ആൻഡ് വുഡിലും ചെയ്തിട്ടുണ്ട്. ആൻഡ് ജനലിന്റെ സൈഡ് എല്ലാം ഏകദേശം ഒരു തന്നെയാണോ മൈക്ക ചെയ്തത്, വുഡിന്റെ തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഒരു മൈക്ക ഗ്രേ കളർ ആയതുകൊണ്ട് നമ്മള് ഓൾസോ കർട്ടൻ ഒരു ഗ്രേ കളറാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ആദ്യം കുറെ സെലക്ട് നോക്കിയതിന് ശേഷമാണ് ലാസ്റ്റ് ഒരു കളർ എങ്ങനെയോ അഡ്ജസ്റ്റ് ആയിട്ട് വന്നാട്ടോ. അത് എന്നെ കാണില്ല കണ്ണാടിയില്. അപ്പൊ നമ്മള് കർട്ടന്റെ നമ്മള് ഈ ഒരു ഗ്രേ കളറ് എന്താ കട്ടിലിന്റെ ഒരു റൂമിലൊരു ഗ്രേ കളറ് വരുന്നത് കൊണ്ട് നമ്മള് കർട്ടന് ഒരു ഗ്രേ കളറാണ് കേട്ടോ എടുത്തത്. എന്താ പറയാ, അത് എനിക്ക് തോന്നുന്നു സെലക്ട് ചെയ്ത സമയത്ത് നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കാതെ പെട്ടെന്നൊരു കളർ സെലക്ട് ചെയ്തതാന്ന് തോന്നുന്നത്. പക്ഷെ ഇട്ട് വന്നപ്പോ ഒക്കെ ഒരു മേച്ചായി. അതേമാതിരി നമ്മള് വാൾപേപ്പറാണ് ഇത് ഒട്ടിച്ചത്, പെയിന്റ് അല്ല കേട്ടോ, വാൾപേപ്പറാണ്. അപ്പൊ ഒരു ഗിൽറ്റ് ഒക്കെ വരുന്ന ഒരു ക്രീം കളറ് ലൈറ്റ് വുഡ് കളറാണ്. നമ്മള് ഒരു ലൈറ്റ് കളറാണ് സെലക്ട് ചെയ്തത്. ആദ്യം സെലക്ട് ചെയ്ത് ഭയങ്കര കളറായിരുന്നു, പച്ച മഞ്ഞ അങ്ങനെയൊക്കെ എന്തൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പൊ കൊണ്ട് കാണിച്ചിരുന്നപ്പോ മനസ്സിലായി അത് ഒട്ടും ചേരൂലെന്ന് കേട്ടോ. അപ്പം പിന്നെ നമ്മൾ മാറ്റിയതാണ്. അപ്പൊ ഈ ഒരു ഷെയ്ഡ് എടുത്തതാണ്, നമ്മളെല്ലാരും കൂടി സെലക്ട് ചെയ്തിട്ട് നോക്കിയിട്ട് എടുത്തതാണ് കേട്ടോ ഈ ഒരു കളറ്. അപ്പൊ ഇതിട്ട് വന്നപ്പോഴേക്ക് ഈ റൂമിന് അടിപൊളിയായിട്ട് ചേർന്ന് വന്നിട്ടുണ്ട്.
കേട്ടോ. അങ്ങനെ ഇത് സെറ്റ് ആക്കി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ലൈറ്റ് എടുക്കാൻ പോയത് കേട്ടോ. അപ്പൊ ലൈറ്റ് എടുക്കാൻ പോയപ്പോ തന്നെ ഞാനും കുട്ടനും ഫസ്റ്റ് തന്നെ ഒരു അറബിക് ടച്ച് ഒക്കെ ഉള്ള ഒരു ലൈറ്റ് അതിന് തോന്നിട്ടോ ഇത്. അപ്പൊ ഞങ്ങൾ വേഗം ഇത് അങ്ങോട്ട് സെലക്ട് ചെയ്ത് അത് നമ്മള് റൂമിലേക്ക് എടുത്ത സമയത്ത് എന്താ പറയാ ഈ ഒരു വാളിന് ഭയങ്കര സ്യൂട്ടായിട്ട് തോന്നി. കാരണം വെച്ചാല് നമ്മള് ആടെ ലൈറ്റ് ഓഫ് ആക്കി അതിന്റെ ലൈറ്റ് നമ്മള് വാളിലേക്ക് അടിക്കുന്ന സമയത്ത് ഇവിടുത്തെ അതേ ഡിസൈന് ആ വാളിന്റെ ഉള്ളും വരുന്നുണ്ട്. അപ്പൊ എന്താ പറയാ ലൈറ്റ് ഇടുന്ന സമയത്ത് നല്ല സ്യൂട്ടായിട്ട് ഈ റൂമില് ഭയങ്കരമായിട്ട് നല്ലൊരു എന്താ പറയാ നല്ലൊരു ഭംഗി തോന്നിക്കുന്നുണ്ട്. പിന്നെ അത് ഭയങ്കര ഇഷ്ടമായിട്ട് സെലക്ട് ചെയ്തെടുത്തതാണ് കളറ്. പിന്നെ നമ്മുടെ മിററ്, ഓരോ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഫോട്ടോസ് ഒക്കെയാണ് അതിന്റെ ഉള്ളിലുള്ളത്. പിന്നെ അതൊക്കെ മാറ്റണം തൽക്കാലത്താണ് ഞാൻ ഇവിടെ നാട്ടോ വീഡിയോ ഒക്കെ മിററ്. പിന്നെ നമ്മള് അതിപ്പം ഓരോന്ന് വെക്കാനും കാര്യങ്ങളൊക്കെയാണ് നമ്മള് മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് വെക്കാന്. പിന്നെ അടുത്തതായിട്ട് വരുന്നത് സ്റ്റഡി ടേബിൾ ആണ് കേട്ടോ. ഇനി ആയിന് പഠിക്കാനൊക്കെ തുടങ്ങുമ്പോ ആയി ഒന്ന് അലപ്പാക്കുന്നുണ്ട്. ഫാനൊക്കെ ഇട്ട് ഫാൻ ഓഫ് ആക്കായ അങ്ങനെ അന്ന് ആദ്യേട്ടനോട് പോവാൻ പറയാണേ. പോട്ടെ അന്ന് നല്ലോണം അങ്ങനെ അറിഞ്ഞാ കേൾക്കൂല. ഫാനിന്റെ ഒച്ച നല്ലോണം ഉണ്ടാവും. അങ്ങനെ നമ്മള് ഒരു സ്റ്റഡി ടേബിൾ കൊടുത്തിട്ടുണ്ട്. എന്റെ ഓഫീസ് ചെയറും കൊടുത്തിട്ടുണ്ട്. കുട്ടികൾ എന്തെങ്കിലും എഴുതാനും കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് കൊടുത്തത്. പിന്നെ അതേമാതിരി ആയുനും പിന്നെ നമ്മള് ഇപ്പൊ ആയു പഠിക്കുന്ന സമയത്ത് ഇതിനുള്ളിൽ എന്താ ബുക്കും കാര്യങ്ങളൊക്കെ വെക്കണമെങ്കിൽ ഒരു ഡ്രോ വെച്ചിട്ടുണ്ട്. ആൻഡ് ഒരു വേസ്റ്റ് ബോക്സ്. പിന്നെ അതേമാതിരി ബെഡ്ഷീറ്റ് ഒക്കെ നമ്മളൊരു ക്രീം കളറ് നോക്കി സെലക്ട് ചെയ്ത് വെച്ചു. പിന്നെന്താ പറയാ ഇതൊക്കെ അവിടെ മുകളില് സീലിങ്ങിന്റെ അവിടെ ഒരു വുഡിന്റെ ടച്ച് എന്നതുകൊണ്ടാണ് ഫുള്ള് ഏകദേശം ഒരു വുഡിന്റെ ഇത് നമുക്ക് കേട്ടോ. എന്നുവെച്ചാല് അത് മൈക്ക് ഒട്ടിച്ചതല്ല കേട്ടോ സീലിങ്, അത് പെയിന്റ് തന്നെയാണ്. ഇനി നമുക്ക് കിച്ചണിലേക്ക് പോകാം. അതേമാതിരി പിന്നെ അതേമാതിരി അറ്റാച്ച്ഡ് ബാത്റൂം ആണ് കേട്ടോ. ഇതൊരു വലിയൊരു ബാത്റൂം തന്നെയാട്ടോ. നല്ലൊരു ഏരിയ ഉള്ള ടോയ്ലറ്റ് ആണ്. അടുത്തത് നമുക്ക് കിച്ചൺ നോക്കാം. ഇതാണ് കിച്ചൺ. ഈ ഒരു കളറാണ് നമ്മൾ മൈക്ക സെലക്ട് ചെയ്തത്. ഗ്രീൻ കളർ, ഒരു എന്താ പറയാ ലൈറ്റ് ഗ്രീന് കളറാണ്. കിച്ചണിലെ തന്നെ മെയിൻ അട്രാക്ഷൻ ഈ ഒരു സെക്ഷൻ ആണ് കേട്ടോ. അപ്പം നമ്മൾ ഡിസൈൻ ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് നല്ലൊരു അട്രാക്ഷൻ ഉള്ള സ്ഥലമാണ്. അപ്പം നമ്മള് ഇവിടെ ഈ സംഭവം ഇങ്ങനത്തെ സംഭവം അല്ല ഇവിടെ വെക്കാൻ ഉദ്ദേശിച്ചത്. കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള കുറെ സംഭവങ്ങൾ കയറി വെക്കാം. ഇപ്പൊ ഇല്ലാത്തത് കൊണ്ട് നമ്മളിപ്പോ ജസ്റ്റ് ജഗും ഗ്ലാസ്സും ഒക്കെയാണ് വെക്കുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു പോർഷൻ ഇങ്ങനെ തന്നെയായിരുന്നു വെക്കാൻ വിചാരിച്ചത്. പിന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫാൻ ഫിറ്റ് ചെയ്യാൻ കേട്ടോ. പിന്നെ ഇവിടെ ഓൾസോ വുഡിന്റെ ഒരു മൈക്കാണ് കളറാണ് കൊടുത്തത് കേട്ടോ. പിന്നെ ഇവിടെ ഡോറും കാര്യങ്ങളൊക്കെ എനിക്ക് സെറ്റ് ചെയ്യാണ്ട്. പിന്നെന്താ അവിടെയൊക്കെ പാത്രമൊക്കെ വെക്കുന്ന. പിന്നെ ഇവിടെ ആദ്യം നമ്മള് അടുക്കള ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അടുപ്പ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നമ്മൾ ഒഴിവാക്കിയിട്ട് പുറത്തേക്ക് ഉണ്ടാക്കിയതാണ് കേട്ടോ.
അപ്പൊ ഇവിടെ അടുക്കളയിലേക്ക് തന്നെ ഇങ്ങനെ അടുപ്പ് വരുന്ന സമയത്ത് വിറകും കാര്യങ്ങളും പൊടികളൊക്കെ ആകുമ്പോൾ ഇവിടെ ആകെപ്പാട് അലങ്കോലാവും. അതുകൊണ്ട് നമ്മൾ മെല്ലെ പുറത്തേക്ക് ആക്കി. ഓൾറെഡി ഒന്ന് പുറത്തുണ്ടാക്കണം എന്തായാലും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഇവിടെയുള്ള കട്ട് ചെയ്ത് നമ്മൾ അങ്ങോട്ടേക്ക് മാറ്റുകയാണ് കേട്ടോ. അതുകൊണ്ട് ഇവിടെ ഈ ഒരു ഭാഗം ക്ലീൻ ആയിട്ട് എപ്പോഴും നിൽക്കും. പിന്നെ അതേപോലെ ചെറിയൊരു ഡൈനിങ് ടേബിൾ സെറ്റ് ആക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്, ചെറിയൊരു റൗണ്ടിലുള്ളത്. പിന്നെ അതേമാതിരി നമ്മള് സ്റ്റോർ റൂം വരുന്നുണ്ട്. കുറെ സാധനങ്ങൾ അങ്ങനെ ഇതിന്റെ ഉള്ളിലേക്ക് പോകും. ഇതൊക്കെ അലങ്കോലായിട്ട് കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതൊക്കെ മുകളിലേക്ക് കയറ്റി ചായനെ പേടിച്ചിട്ട് ഇതൊക്കെ എടുത്ത് ഞാൻ മുറ്റത്ത് കൊണ്ടുപോയിട്ടാളൂ. അതുകൊണ്ട് ഇതൊക്കെ എടുത്ത് ഞാൻ മുകളിലോട്ട് കയറ്റിച്ചാണ്. ഈ ഡോറ് എപ്പോഴും ക്ലോസ് ആയിട്ടാണ് ഉണ്ടാവുക. പക്ഷേ എങ്കിലും ഓരോ ഇന്ത്യയിൽ തുറന്നു പോകും. എപ്പോഴും ഒരു കണ്ട എപ്പോഴും അതിന്റെ മേല് വേണം. ഇത് എപ്പോഴും തുറക്കും ആയു. പിന്നെ ഈ ഫ്രിഡ്ജ് അത് അടുക്കിച്ചുള്ളൂ. പിന്നെ അതേമാതിരി കർട്ടൻ വരുന്നത് ഇങ്ങനെ ക്ലോസ് ആൻഡ് ഓപ്പൺ ഇങ്ങനെ. ഇതൊരു നല്ലൊരു സിസ്റ്റമാണ്. ഈ ഒരു വുഡിന്റെ കളർ തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ഇനി അടുപ്പ് കാണിച്ചില്ല. അപ്പോൾ വിറകും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് സെറ്റ് ചെയ്തത്. അപ്പൊ ഈ ഒരു ലൈറ്റ് ഇട്ടത്. അപ്പൊ ഇവിടെ പൊടിയൊന്നും നമ്മൾ അങ്ങനെ അകത്തേക്ക് പോകില്ല, ഇവിടെ തന്നെ ആവുള്ളൂ. പിന്നെ ഒരു വാഷ് ഏരിയ ഉണ്ട്. പിന്നെ സ്റ്റീൽ പാത്രങ്ങളൊക്കെ കൂടുതലും ഇവിടെ തന്നെ ഉണ്ട്. ഗ്ലാസ് നമ്മൾ അവിടേക്കാണ് കൊണ്ടുവെക്കലുണ്ടോ. സ്റ്റീൽ പാത്രം, ചെമ്പ് കാര്യങ്ങളൊക്കെ ഉള്ള ഇങ്ങനത്തെ കുറെ സംഭവമൊക്കെ ഇവിടെ അങ്ങോട്ട് വെക്കുള്ളൂ. അവിടെ അങ്ങനെ അലങ്കോലാവില്ല. അവിടെ കുറച്ച് നല്ല ക്ലീൻ ആയിട്ട് വെക്കും. പിന്നെ അതേമാതിരി നമ്മുടെ വാഷ് ഏരിയ കേട്ടോ, അതിന്റെ മെയിൻ ഏരിയ ആണ്. അവന് പോരൂല, വേറെ വെള്ളം പറഞ്ഞിട്ട് അവന് കുളിക്കാനും തിരുമ്പാനും ഒക്കെ ഇവിടെ കുറെ നേരം അങ്ങനെ നിൽക്കും. പിന്നെ ഇത് നല്ല സുഖമാണ് കേട്ടോ തിരുമ്പാനും. കഞ്ഞി കൊടുക്കല് തിരുമ്പലൊക്കെ അതിലങ്ങനെ അത് കഴിയും. അതിൻ്റെ ഇത് ഒന്നെ പേടിപ്പിക്കാതെ കുറുക്കുണ്ട് എന്ന് പറഞ്ഞു ഞാന്. അതിനെ പേടിപ്പിക്കാൻ പോകാന്നൊക്കെ പറഞ്ഞു ഞാന്. അങ്ങനെ കിച്ചൺ കഴിഞ്ഞു. ഇനി നമ്മള് മുകളിൽ കയറി വെക്കാം. ഇവിടേക്ക് ലൈറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ആയി തൊട്ടിട്ട് ചളിയും കാര്യങ്ങളൊക്കെ ആവുന്ന കേട്ടോ. ഇങ്ങനെ ഇവിടെയൊക്കെ പിടിച്ചിട്ടാ കേറല്. അപ്പൊ നല്ല രീതിക്ക് ചളിയൊക്കെ ആവുന്നുണ്ട്. പിന്നെ ഇത് വന്നിട്ട് വുഡിന്റെ തന്നെയാണ്. പ്ലാവാന്ന് തോന്നുന്നു. പ്ലാവിനോട് ചെയ്യിച്ചാണ്. ഗ്ലാസ് ആണ് ഇവിടെ കൊടുത്തത്. പിന്നെ ഇവിടെ നല്ല സ്പേസ് ഉണ്ട്. നമുക്കൊന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വരണം. പിന്നെ ഇതാണ് മെയിൻ ഏരിയ. നമ്മള് ഇവിടെ കുറെ സംഭവങ്ങളൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കണം, ചെടിയും കാര്യങ്ങളൊക്കെ വെക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. അതൊന്നും നടന്നില്ല കേട്ടോ. മെല്ലെ മെല്ലെ ചെയ്ത് വരണം. ലൈറ്റ് രാവിലെ ഇട്ടാ കാണുമെന്നൊന്നും അറിയില്ല. എന്നാലും നൈറ്റ് ഞാൻ എടുത്ത് തരുന്നുണ്ട്. ഇവിടെ ഓപ്പൺ ടെറസ് ആണ് കേട്ടോ. മഴ പെയ്താല് കുറെയൊക്കെ അങ്ങോട്ട് വെള്ളമാവുന്നതാണ്. നമ്മള് ഇവിടെ പണി കഴിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടെ കോർട്ട്യാർഡ് മാതിരി ഒക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ടതാണ്. മെല്ലെ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം. പിന്നെ എവിടുന്ന് നോക്കിയാലും നല്ലോണം റോട്ടുമ്പിലേക്ക് കാണാം വഴി നോക്കണമെങ്കിൽ. പിന്നെ നമുക്ക് ഇതൊരു മാസ്റ്റർ ബെഡ്റൂം ആട്ടോ. ഇവിടുത്തെ ഡിസൈനും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഇത് ഇവിടെ കൊടുത്തത് ഫുൾ കർട്ടൻ ആണ്. അതേമാതിരി കർട്ടന് മേസായിട്ട് ബെഡ്ഷീറ്റും കാര്യങ്ങളും സെറ്റാക്കി. ആൻഡ് അലമാരേന്റെ ഡിസൈനൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. ഹാൻഡിലൊക്കെ കൊടുത്ത്. പിന്നെ അതേമാതിരി ആ ഒരു അലമാരയുടെ കളർ തന്നെയാണ് സെയിം ഇവിടെ മിററിനും ആ സൈഡിലും കൊടുത്തത് കേട്ടോ. ആൻഡ് ഈ ഒരു കളറ് അലമാരയുടെ ഫുള്ള് ഈ ഒരു തീം തന്നെയാണ് ഇവിടെ കൊടുത്തത്. ഒരു വുഡിൻ്റെത് മുകളിലുണ്ട് ലൈറ്റ്. ഒറ്റയ്ക്ക് സെലക്ട് ചെയ്തെടുത്തത്.
ഗോൾഡൻ കളർ ആയതുകൊണ്ട്, ഒരു ക്രീം കളർ ആയതുകൊണ്ട് ഒരു ഗോൾഡൻ കളറിൽ എടുത്തത്. ഇത് സെയിം അവിടെയുള്ള ഡിസൈൻ തന്നെയാണ് കേട്ടോ അവിടേക്ക്. റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂം ആണ്. ബാത്റൂം ഉണ്ട്, അടുത്ത റൂം. സെന്ററിലായിരുന്നു ബെഡ് ഉള്ളത്. മോളെ കിടത്തുന്നതിനോട് ഇപ്പൊ അങ്ങോട്ടേക്ക് മാറ്റിയിട്ടാണ് കേട്ടോ. ശ്രീമോള് വരുമ്പോ ഇവിടെയാണ് കിടക്കുന്നത്. അങ്ങനെ എന്താ പറയാ, ഇവിടെ നമ്മള് അലമാര ഇപ്പം പ്രത്യേകിച്ച് ഒന്നും സെറ്റ് ആക്കിയില്ല. നമുക്ക് പഴയ അലമാര അങ്ങോട്ട് എടുത്തിട്ടതാണ്. രണ്ടുണ്ട്. മറ്റേതൊന്നും അങ്ങനെ ഫിക്സഡ് ആക്കിയിട്ടുള്ളത് ചെയ്തില്ല. കർട്ടൻ ഈ ഒരു ഗ്രേ കളറാണ് സെലക്ട് ചെയ്തത്. അപ്പൊ ബെഡ്ഷീറ്റും ഒരു ഗ്രേ ടച്ച് സെലക്ട് ചെയ്തത്. കാര്യങ്ങളും ഇതൊരു ചെറിയ വർക്കാണ്. ഓരോരുത്തർ ഇഷ്ടത്തിന് സെലക്ട് ചെയ്തെടുത്ത വർക്കാണ് ഈ മോഡലുള്ള വർക്കും കാര്യങ്ങളും. പിന്നെ ഇത് ചെറിയ റൂം എന്റെ, പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. പിന്നെ പറയാ, നമ്മള് വാഷിംഗ് മെഷീൻ വെച്ച ഏരിയ ആണ്. ഓപ്പൺ ടെറസ്. നമ്മളെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് അലക്കി ചിക്കിടല്. ഉണങ്ങി ഇവിടെ കിട്ടും. നമ്മള് ഷീറ്റിന്റെ അടിയിലാവുന്നതിനോട് വെയിലടിച്ച് അങ്ങനെ തന്നെ ഉണങ്ങിക്കോളൂ കേട്ടോ. അധികം കാണിക്കുന്നില്ല, ഇവിടെ അലങ്കോലാണ്. ഈ മുറ്റത്ത് കാണിച്ചു തരാം. മുറ്റത്ത് നമ്മള് കുറെ പ്ലാന്റും കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട്. നമ്മളിപ്പോ ജസ്റ്റ് വന്നു കൂടിയ സമയത്ത് തന്നെ നല്ല മഴയും കാര്യങ്ങളായിരുന്നു ഒരു മാസം. അപ്പൊ നമുക്ക് പുറത്തേക്കൊന്നും അങ്ങനെ ഇറങ്ങാൻ പറ്റിയില്ല. പിന്നെ വെച്ചാല് പിന്നെ നമ്മള് പ്ലാന്റ് അങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ അവിടുന്ന് പഴയ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാ വെച്ചാല് എന്താ ലോറിയും കാര്യങ്ങളൊക്കെ വേണം. അപ്പൊ ഇവിടെ ആരില്ലാത്തതിനോട് ഇപ്പൊ ഒന്നും ചെയ്യാത്തതാണ് കേട്ടോ. അപ്പൊ മെല്ലെ മെല്ലെ അത് അങ്ങനെ എടുത്തു കൊണ്ടുവരണോ. 4-5 ചെടിയേറ്റോ ചെറുത് കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. ബാക്കിയൊക്കെ കൊണ്ടുവരണം, പിന്നെ വാങ്ങണം. അങ്ങനെ കുറെയൊക്കെ ഇനിയുണ്ട്, കുറെ. അപ്പൊ നമുക്ക് മുറ്റം നോക്കിയിട്ട് നേരത്തെ ഇവിടെ വെയിലായതുകൊണ്ടാണ് നമ്മൾ അധികം വീഡിയോ എടുക്കാഞ്ഞപ്പോ കുറച്ച് വെയിൽ കുറഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ ചെടി കുഴിച്ചിടണമെന്ന് വിചാരിക്കുന്നു. പിന്നെ അവിടെ മണ്ണിട്ട് കഴിഞ്ഞ് ഒന്ന് സെറ്റ് ആക്കാണ്ട് ആദ്യം ചെടി കുഴിച്ചിടണമെങ്കിൽ. അപ്പൊ മണ്ണൊക്കെ കിട്ടണം. മണ്ണ് കിട്ടി ലോഡ് ഇറക്കിയിട്ട് അവിടെ ഒന്ന് സെറ്റ് ആക്കണം. അതേമാതിരി ഒന്നും ചെയ്തില്ല. പിന്നെ പോർച്ച് വരുന്നുണ്ട്, അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ 2 ചെടികൾ അവിടെ കൊണ്ടുവച്ചിട്ടുള്ളൂ കേട്ടോ. സെറ്റ് ആവും. പിന്നെ മഴ പെയ്തിട്ട് ആകപ്പാടെ പൂക്കല് പിടിച്ചിരുന്നു കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഹോം ടൂറിന്റെ വീഡിയോ. അപ്പൊ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.